നോക്കി ഓടി പിള്ളേരെ. ഒന്ന് വന്നേ. എന്താ മാല കാണാനില്ല. അതാ വാർഡ്രോബിൽ എങ്ങാനും കാണുന്നു. ഞാനല്ലേ ടീച്ചു കൊടുത്തത്. ചേച്ചി ഒന്ന് പോയി നോക്കി, അതാ കട്ടിനടി എങ്ങാനും കാണിച്ചു. ആ ചേട്ടനായിരുന്നു ഇതൊക്കെ എത്തി. ആ വേഗം അങ്ങോട്ട് വന്നേ, കൊച്ചിന്റെ മാല കാണാനില്ലേ. എല്ലാരും ഇവിടെ തന്നെ നിൽക്കണം, ആരും ബാൽക്കണി തുറക്കരുത്. ജയ നീ വന്നാ എൻ്റെ കൂടെ. അല്ല വേണ്ട വേണ്ട, ചേച്ചി ഒന്ന് വാ എൻ്റെ കൂടെ. ആരാ ഇയാള്? ജയന്റെ അത് ബന്ധുവാണ് തോന്നുന്നു. വലിയ കഴിവുള്ള ആളാണെന്നാ തോന്നുന്നത്. പക്ഷെ കഴിവിലാണല്ലോ ശ്രദ്ധ. ഡയമണ്ടാന്നാ പറഞ്ഞേ. ഡയമണ്ടോ? എനിക്കൊന്നും തോന്നണില്ല അത് ഡയമണ്ടാണ്. അല്ല എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ? സാരമില്ലെന്നേ, ഞാൻ ആരോടും പറയാൻ. ചേച്ചിക്ക് അറിയാം, ചേച്ചി പറ. എന്റെ പൊന്നു സാറേ, മാല എടുക്കാനുള്ള വിദ്യയൊന്നും എനിക്കറിയില്ല. ആകെ എടുത്തിട്ടുള്ളത് ഇവിടുത്തെ സാറിന്റെ ഒരു പഴയ ഫോണ്, അതും കളയാൻ വെച്ചിരിക്കണം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഇന്നാൾ വന്നപ്പോൾ അടിപൊളി പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതുപോലെ ഇന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് ഞാൻ ഇവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ജയം വന്ന് വിളിച്ച്. പഴംപൊരിയോ? അത് തന്നെ, അത് എവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷം ഞാനായിട്ട് കെടുക്കുന്നേ. ഈ മാല ആരാ എടുത്തതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ശരി, ആരും കേൾക്കാത്ത സ്ഥിതിക്ക് ജയ നിങ്ങൾ എൻ്റെ കൂടെ വാ. ഈ റൂമിലേക്കൊന്ന് നോക്കി, എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ലാഡറിന്റെ സ്ഥാനം ഇതാണ്. അയ്യോ, ഇതെങ്ങനെ ഇവിടെ എത്തി? അപ്പൊ ആരോ ഇത് ഇവിടെ കൊണ്ട് വെച്ചതാണ്. എന്തിന്? അത് പിന്നെ മേലിൽ എന്തെങ്കിലും എടുക്കാൻ, കൊച്ചിന്റെ ഡ്രസ്സോ മറ്റോ. അത് പോട്ടെ, നമ്മൾ റൂമിൽ ഇരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ റൂമിന്റെ പുറകിൽ കഥ പടയുന്ന സൗണ്ട്. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? ആരോ പുറത്തു പോയെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും വന്നതാകാം. കറക്റ്റ്. കഥ കടഞ്ഞതിന് രണ്ട് സാധ്യത ഉള്ളതുപോലെ ലാഡർ എടുത്തതിന് രണ്ട് കാരണങ്ങളുണ്ടാകും. പൊക്കത്തിലുള്ള സാധനങ്ങൾ എടുക്കാനും എന്തെങ്കിലും വെക്കാനും ആകാം. കറക്റ്റ്. ഈ ഫാൻ തുടച്ചിട്ട് കുറച്ച് കാണായി അല്ലേ? സോറി. സോറി ഒന്നും പറയല്ലേ, അതായപ്പോ നമ്മളെ സഹായിച്ചേ. ഞാനിതൊരു 3 വിരലിന്റെ പാട് കണ്ടായിരുന്നു. അതൊരു സ്ത്രീയുടെ വിരലിന്റെ പാടാണ്. ആ സ്ത്രീയാണ് അവിടെ ഇരിക്കുന്ന ലാഡർ ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഫാൻ്റെ ലീഫിന്റെ മേളിൽ മാല ഒളിപ്പിച്ച് വെച്ചത്. ജയ, ആ ലാഡർ എടുത്ത് വിട്ടിട്ടെ മാല എടുക്കാൻ നോക്ക്. ചേച്ചിയല്ലേ ഇപ്പൊ സംശയിച്ചത്? അല്ല പിന്നെ അതിലേക്ക് എന്തിനാ പോകുന്നേ? മാല കിട്ടിയെന്ന് അറിയുമ്പം തന്നെ അവർ കാര്യങ്ങൾ മനസ്സിലായി. നല്ല ദിവസമല്ലേ, നമുക്ക് കേക്ക് മുറിക്കാൻ പാ. Happy birthday to you. Happy birthday to you. Happy birthday
Good morning, sir. Yes, sir. I will check. டேய் எல்லாரும் கூப்பிட்டாச்சடா? ஆமாடா, அமெரிக்கன் பிரசிடென்ட் ஜோ பைடன் கூப்பிட்டாங்க. என்ன மேட்ரு? ആണാ 2 ദിവസമായി വിളിച്ചോണ്ടിരിക്കണു. സാലറി കിട്ടിയോന്ന് ചോദിച്ചു. അവിടെ ഭയങ്കര ദാരിദ്ര്യാണല്ലോ. ആർക്കാനായിടുമേ? என்னன்னு தெரியல, மீனாட்சிட்ட போய் கேளு. கடுவான்னு நினைக்கிறேன். വെറുതെ നേരത്തെ എഴുന്നേറ്റ ദിവസമാണല്ലോ. മിസ്റ്റർ കടുവനെ വിളിച്ചായിരുന്നോ? എവിടെയായിരുന്നു? ഹോളിൽ ചേച്ചിന് എന്നെയും കുറെ വഴക്ക് പറഞ്ഞു, കുറെ തെറിയും വിളിച്ചു. അത് സാരില്ല. ഇനി എന്തൊക്കെ തെറി കേൾക്കാൻ കിടക്കണോ? വലുതായി ഇന്ന് എന്ത് തെറിയാ പറഞ്ഞേ? എന്തോ അൺസ്ക്രപ്ലസ് ബ്രൂട്ടോ അങ്ങനെ എന്തോ ആയിരുന്നു. ഓഹോ, അത് കുറച്ച് പഴയ ഐറ്റാണല്ലോ. കുറച്ച് വെറൈറ്റി സാധനങ്ങൾ പഠിക്കാനായിട്ട് കുട്ടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. സമയം കിട്ടിയാൽ ഞാനും പറയാം. അതെ, എന്തേ വേഗം തിരിച്ചു വിളിക്കാൻ പറഞ്ഞായിരുന്നു. ഇപ്പോഴാണോ കൊച്ചേ ഇത് പറയുന്നത്? നേരത്തെ പറയണ്ടേ? ചേച്ചി ഇന്നലെ ലേറ്റ് ആയിട്ടാണോ പോയേ? ഒന്നും പറയണ്ട. ഞാൻ എങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്താലും അയാൾ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. ചേച്ചി നന്നായി കുക്ക് ചെയ്യുന്നതാണല്ലോ. ചേച്ചിയുടെ എന്തെങ്കിലും പലഹാരം കൊടുത്ത് ഒന്ന് സോപ്പിട്ട് നോക്കായിരുന്നില്ലേ? സോപ്പ്, അതും കടുവയോട് നടന്നത് തന്നെ. നിനക്കറിയോ മീനാക്ഷി, ഇന്നാള് മോന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇവർക്കെല്ലാം നല്ല അഭിപ്രായമായിരുന്നു. ഈ വൃത്തിയേട്ടന്മാരെല്ലാം കൂടി നിർബന്ധിച്ച് എന്നെ കടുവയ്ക്ക് അത് കൊണ്ടു കൊടുപ്പിച്ചു. എന്നിട്ടോ വീണോ? നിനക്ക് പ്രാന്താണോ മീനാക്ഷി? അയാൾ എന്നോട് രുചിച്ചു പോലും നോക്കാതെ ചോദിക്കുക അതിന്റെ ഇംഗ്ലീഷ് പേരെന്താന്ന്. എന്നിട്ട് ചേച്ചി പറഞ്ഞോ? നിനക്കറിയാന്നെ നീ പോയി പറഞ്ഞു കൊടുക്ക്. സോറി സർ. ഫോൺ വെക്കി ചേച്ചി. ഇപ്പൊ കഷ്ടിച്ച് രക്ഷപ്പെട്ടതേ ഉള്ളൂ. റൂമിലെത്തിയ ആദ്യം എന്നെ വിളിക്കുക, എൻഗേജ് ആക്കിയ തീർന്നു. യെസ് സർ, ഷുവർ സർ, ഐ വിൽ സെൻഡ് ഹിം. ഓക്കെ സർ. Yes. ഗുഡ് മോർണിംഗ് സർ. What happened? Did you make the payment yesterday? Done by 5 o'clock. You guys, what you guys are doing here? ഹാവ് എ നൈസ് ഡേ സർ. Get lost. Okay. കണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു. അവൻ ജീവികൾക്കെല്ലാം ശല്യമായെങ്ങും മേഞ്ഞിരുന്നു. ഇത് കണക്കിന് കിട്ടിയോ? അല്ല, രാവിലെ തന്നെ നല്ല ഫോമിലാണല്ലോ ബോസ്. ആ, ഇത് ഇനി കളയാം. ആ, അപ്പൊ ബോസ് വിളിച്ച് തെറിയൊക്കെ അത് അയാളുടെ റൂമിൽ തന്നെ മുഷിഞ്ഞ് നാറി ചീഞ്ഞ് കിടക്കുന്നുണ്ട്. എടാ ഭീകരാ. ചുമ്മാ. What the hell is this? I need this. സോറി സർ. ആരൊക്കെ ഇന്നലെ 6 മണിക്ക് ശേഷം ഇവിടെ ഉണ്ടായിരുന്നു? I need the list in 5 minutes. എന്താ ഫോൺ എടുക്കാതെ? ആ, ഓക്കെ ഓക്കെ, വേഗം വാ ഇങ്ങോട്ട്. നീ വാ പറയട്ടെ. നീ ഒരു കുപ്പി വെള്ളം കൊണ്ട് എടുത്തേ. എന്താ രവിയേട്ടാ, കടുവ രാവിലെ ഒറ്റപ്പാടും പോലൊക്കെ ആണല്ലോ. എന്താണെന്നറിയില്ല, എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. കുറച്ച് പൈസ എന്നാലും അവിടെ വെച്ചിരുന്നതാ. ഇന്ന് നോക്കുമ്പോ കാണുന്നില്ല. പൈസ എന്ന് പറയുമ്പോൾ ഒരു 1 മില്യൺ. CCTV നോക്കിയാലോ? It's not working, man. How many times? എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയണം? Call a technician. ഒന്ന് റിപ്പയർ ചെയ്യിക്കാൻ. Such irresponsible people I have. പരാതി കൊടുക്കണ്ടേ? അതൊന്നും ശരിയാവില്ല. ഇതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ആരാ ഉള്ളത്? ഒരാളുണ്ട്, ഒരു പരിചയക്കാരൻ പറഞ്ഞുള്ള അറിവാ. എന്തെങ്കിലും ആട്ടെ, വേഗം നോക്ക്.
ഞങ്ങൾ 3 പേരായി കമ്പനിയുടെ ഓണേഴ്സ്. എന്ന് വെച്ചാൽ തോമസ് ചാക്കോയും ഷാജി ജോർജും സ്ലീപ്പിംഗ് കോർണേഴ്സ്. കഴിഞ്ഞ മാസം കണക്കി കാണിക്കാൻ പറ്റാത്ത കുറച്ച് പൈസ കയ്യിൽ വന്നു. അവരുടെ ഷെയർ അവർ കൊണ്ടുപോയി. എൻ്റെ ഷെയർ ഞാൻ ഇവിടെ വച്ചിട്ടാണ് പോയത്. When I came today morning, it's gone. കുറച്ച് കപ്പലിൻ്റെ നിങ്ങളുടെ പാർട്ട്നേഴ്സിന് ആരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? Never. എനിക്ക് നല്ല വിശ്വാസം അവരെ. ഈ റൂം പൂട്ടിയാണ് പോയതെന്ന് ഉറപ്പാണ്? യെസ്, അതിൻ്റെ കീ വേറെ ആരുടെ കയ്യിലില്ല. എനിക്ക് എല്ലാവരുമായിട്ടും സംസാരിക്കണം. ഈ ഡോർ എങ്ങോട്ടേക്കുള്ളതാണ്? അതെൻ്റെ പേഴ്സണൽ റൂമിലേക്കുള്ളതാണ്. ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്. അവിടുന്ന് വേറെ എങ്ങോട്ടേക്ക് ആക്സസ് ഒന്നുമില്ല, ബാൽക്കണി പോലും ഇല്ല. ഇന്നലെ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? നോ. ഈ ടാബ്ലറ്റ് ആരാ കഴിച്ചേ? അത് ഞാനാ കഴിച്ചത്. ഇന്നലെ പാർട്ട്നേഴ്സ് പോയി കഴിഞ്ഞപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടാബ്ലറ്റ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാവും പോയിരിക്കുന്നത് അല്ലേ? ഈ മുറി യെസ്. പോകുമ്പോൾ ഈ ഡോർ പൂട്ടിയിരുന്നു ഉറപ്പല്ലേ? യെസ്. എന്തൊരു കോല ഇത്! ഇയാളാണോ ഡിറ്റക്റ്റീവ്? കുളിച്ചിട്ട് തന്നെ ഒരാഴ്ച. ദേ, ഞാൻ ഇന്ന് ഒരു ദിവസത്തേക്ക് നോക്കും. ഇതാരും കാരി ഇവിടുത്തെ ഓഫീസ് ബോയ്ക്ക് ആണെങ്കിലും ഇതിനെല്ലാം ലോട്ടിലൊക്കെ പണികൾ അറിയാം. പിന്നെ ഇവരൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ഒരു അടിപൊളി വയനാടൻ ചായ. ആഹാ, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ചായ കുടിച്ചിട്ടങ്ങ് തുടങ്ങാം. 2 വയനാടൻ പരിപ്പടി ഇവിടെ ക്യാൻസൽ. ഭയങ്കര എണ്ണയാണ്. എനിക്ക് അത്യാവശ്യം ബാങ്കിൽ പോകണം. അതുകൊണ്ട് നീ സാറിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു. വേണം നമുക്ക് ഇവിടെ ഒരു മേശം കസേര ഇടാം. ഓരോരുത്തരെ വിളിക്കാം. അതിൻ്റെ ആവശ്യം ഞാൻ അവരെ പോയി കണ്ടോളാം. വാരണേ, എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ? അപ്പൊ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഒരു കാര്യം ചെയ്യും, മുതലാളി തന്നെ തുടങ്ങാം നമുക്ക്. സാറേ, എന്റെ പണി കളയൂ. ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പം ബുദ്ധിയൊക്കെ ഒന്ന് തെളിഞ്ഞു പോലെ. എന്നാലും സാറിൻ്റെ അത്ര ഒന്നുമില്ല. ഓ, ഈ ടോമാൻ ചെറിയുടെയൊക്കെ ഒരു കാര്യം. അതാരാ? നമ്മളെപ്പോലെ 2 പേരാ. അതല്ല ചോദിച്ചേ, അതിലെ താരാ മണ്ടെന്ന. ഓ, അവിടെയും ട്രോളാണല്ലോ ഈശ്വരാ. ഇനി ഞാൻ മിണ്ടുന്നില്ല. ഓ, ഇവന്മാർ ഞാൻ കൊല്ലും. എവിടെങ്കിലും ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ എന്തെങ്കിലും കൊണ്ട് കുത്തിക്കറ്റിക്കോളും. അതല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? അതല്ല ഡാവട്ടാ, നീ ഇതിനിപ്പോ പോയല്ലേ, അപ്പൊ എന്താ പറഞ്ഞേന്ന്? സോറി സാർ, സ്റ്റിക്കർ ഇടുന്നത് സാറിന് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. അതല്ലടാ, അതിന് മുമ്പ് എന്താ പറഞ്ഞോണ്ട് പോയേ? അത് എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടിയാൽ
എന്തെങ്കിലും കൊണ്ട് കുത്തിക്കെറ്റും എന്നാണ്. കേസ് സോൾവ് ആയിടാ, കേസ് സോൾവ് ആയി. നീ ഒരു കാര്യം ചെയ്യും, വേഗം രവിയേട്ടനെ വിളി, എന്നിട്ട് പറ 1/2 മണിക്കൂറിനകം ഓഫീസിലുള്ളവരെല്ലാം അവിടെ എത്തണമെന്ന് പറ. ഓക്കെ രവിയേട്ടാ? അതെ, ഓക്കെ, 1/2 മണിക്കൂർ. ഒന്നുമില്ല, എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു. വാഴ നനയുമ്പം ചീരയും പലപ്പോഴും അല്ലേ? പ്ലീസ്. രാവിലെ എഴുന്നേക്കാൻ ലേറ്റായി അല്ലേ? അലാം അടിച്ചില്ല. കഷ്ടമായി. എല്ലാവർക്കും പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ആളെന്തേ ലഞ്ച് കൊണ്ടുവന്നില്ല? മറന്നുപോയോ? എല്ലാം പാക്ക് ചെയ്ത് വെച്ചാമേ, എടുക്കാൻ മറന്നുപോയി. അല്ല, അതെങ്ങനെ മനസ്സിലായി? അല്ല സാറേ, ഇതൊക്കെ എല്ലാം എങ്ങനെ മനസ്സിലായി? നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ മതി, നമുക്കെല്ലാം മനസ്സിലാകും. പിന്നെ ആ കൊച്ചിൻ്റെ റൂമിൽ മേക്കപ്പ് ബോക്സ് ഉറപ്പിക്കുന്ന ടേബിളിൻ്റെ മേക്കപ്പ്, അതിൻ്റെ അർത്ഥം അതിന് മേക്കപ്പ് ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പം എഴുന്നേക്കാൻ ലേറ്റായിരുന്നു. അപ്പം മറ്റേ ചേച്ചിയുടെ ലഞ്ചോ? ഇപ്പം സമയം എത്രയായി? 12:30. അതിൻ്റെ ടേബിളിൻ്റെ മേളിൽ വരെ മെനിക്കോടെ എടുക്കുന്നുണ്ടായിരുന്നു. കണ്ടായിരുന്നു. പ്രതിയെ എത്രയും വേഗം കണ്ടെത്തി തരാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നു. എന്നാൽ ഞാൻ ഇപ്പം പറയുന്നു, പ്രതി ഇക്കൂട്ടത്തിൽ തന്നെയുണ്ട്. പ്രതി ആരെന്നും പോയ പണം എവിടെയെന്നും ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഊഹം കിട്ടി. പക്ഷെ ചില സംശയങ്ങൾ ബാക്കി നിന്നില്ല. ആ സംശയങ്ങൾ ക്ലിയർ തന്നത് ഈ നിൽക്കുന്ന പാച്ചുകൾ. എനിക്ക് പണ്ടേ ഭയങ്കര ബുദ്ധിയായിരുന്നു. How could you do this? ഇത് എത്ര പെട്ടെന്ന് ഇങ്ങനെ സാധിച്ചു നിങ്ങൾക്ക്? രാവിലെ വന്നപ്പോൾ തന്നെ പാൻട്രിയിലെ 3 വേസ്റ്റ് ബാഗുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സാധാരണ പാൻട്രിയിലെ വേസ്റ്റ് ബാഗ് കളയുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കുമല്ലോ. പിന്നെ ഇവിടെ ഈ ബാഗുകൾ എങ്ങനെ വന്നിരിക്കാം? തൽക്കാലത്തേക്ക് മോഷണൽ മുതൽ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം. ആർക്ക് വേണമെങ്കിലും അതവിടെ ഒളിപ്പിക്കാം. എന്നാൽ എന്നെ വലച്ച ചോദ്യം ആ പണം നിങ്ങളുടെ മുറിയിൽ നിന്നും എങ്ങനെ എടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് താങ്കൾ ടാബ്ലറ്റ് കഴിച്ച് റെസ്റ്റ് എടുത്ത കാര്യം ഞാൻ പ്രത്യേകം ചോദിച്ചത്. അപ്പൊ സാറ് റെസ്റ്റ് എടുത്ത സമയത്ത് ആരോ കതക് തുറന്ന് അകത്ത് കയറി പണമെടുത്ത് വീണ്ടും പൂട്ടിയെന്നാണോ? അതെങ്ങനെയെന്നല്ലേ നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത്. അരുണേ, ആ മെയിൻ ഡോർ ഒന്ന് ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും ഇറങ്ങി ഓടാൻ സാധ്യതയുണ്ട്. അതിന് ഈ മോഷ്ടാവിനെ സഹായിച്ചത് ഈ ലോക്കിംഗ് സിസ്റ്റം തന്നെയാണ്. Then who did it? ആരത് ചെയ്തത്? ഈ മോഷ്ടാവ് ഒരു അതിബുദ്ധിമാനാണ്. പക്ഷേ എല്ലാവർക്കും പറ്റുന്ന ചെറിയൊരു തെറ്റ് പുള്ളിക്കും പറ്റി. നോക്കൂ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പല സ്വഭാവക്കാരില്ലേ? കുറുക്കൻ്റെ ബുദ്ധിയും കഴുകൻ്റെ കണ്ണുമുള്ള ഒരാളാകാം. സുമുഖൻ, സുന്ദരൻ, ഒറ്റ നോട്ടത്തിൽ ആരും സംശയിക്കാത്ത മിടുക്കന്മാർ. പ്രായം ഇതിനൊരു തടസ്സമേ അല്ല. ചിരിക്കുന്ന മുഖങ്ങൾക്ക് പിന്നിൽ എന്നും നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കാറുണ്ട്. ഇവനാണ് ആ ബുദ്ധിമാനായ കള്ളൻ. സാറേ, അനാവശ്യം പറയരുത്. ഓഫീസ് ബോയ് ആയതുകൊണ്ട് അല്ല എൻ്റെ തലേ വെക്കാന്നാണോ? നിന്നെ ഞാൻ ആദ്യം സംശയിച്ചിരുന്നില്ല. പണവും അതെടുത്ത ആളും ഇക്കോട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അമ്പരപ്പോടെ പരസ്പരം നോക്കി. പക്ഷെ നീ മാത്രം നോക്കിയില്ല. വൈ? കാരണം നിനക്കറിയാം പണം എവിടെയുണ്ടെന്ന്. രവിയേട്ടൻ നിന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തു. കാര്യമെടുത്ത് ഓഫീസ് ബോയ്ക്ക് ആണെങ്കിലും ഇതിനെല്ലാം ലോട്ടിലൊടുക്ക് പണികളും അറിയാം. പിന്നെ കബോർഡിന്റെ മുകളിൽ നീ അറിയാതെ സ്ഥാനം തെറ്റി വെച്ച ആ വേസ്റ്റ് പാനും. അതിബുദ്ധിമാനായ നീ പാർട്ട്നേഴ്സിന്റെ വരവിൽ സംശയം മണക്കുന്നു. ഒന്നുകൂടി ബോധ്യപ്പെടാൻ നീ വെള്ളവുമായി ചെല്ലുന്നു.
അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ രഹസ്യ സ്വഭാവം കണ്ടു ബോധ്യപ്പെടുന്നു. പാർട്ട്നേഴ്സ് പോകുന്നവരെ നീ പോയി എന്ന ധാരണ മാനേജറിൽ ഉണ്ടാക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും മാനേജർ പുറത്തേക്ക് വരാതിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതികൾ നന്നായി അറിയാവുന്ന നീ അദ്ദേഹം അകത്തെ മുറിയിലാണെന്ന് ഉറപ്പിക്കുന്നു. വേസ്റ്റ് പാൻ ഡോറിൻ്റെ അടിയിൽ കൂടി കയറ്റി ഒരു പിന്നുകൊണ്ട് അകത്തെ താക്കോൽ തള്ളി താഴേക്കിടുന്നു. ആ താക്കോൽ കൊണ്ട് തന്നെ മുറി തുറക്കുന്നു. നീ അകത്ത് കിടക്കുന്നു, പൈസ എടുക്കുന്നു. ആദ്യം കണ്ട വേസ്റ്റ് ബാഗിൽ അത് ഒളിപ്പിക്കുന്നു. ആരും തിരയാത്ത ഒരു സ്ഥലം. മിടുക്കനാണ് നീ. രാവിലെ നേരത്തെ വന്ന് വേസ്റ്റ് ബാഗ് നീക്കം ചെയ്യാം എന്ന പ്ലാൻ ഇന്ന് നടന്നില്ല. എന്തോ അത്യാവശ്യ വർക്കുള്ളത് കൊണ്ട് സ്നേഹ രാവിലെ തന്നെ എത്തിയിരുന്നു. വേസ്റ്റ് ബാഗുകൾ പിന്നെ ആരും കാണാതെ മാറ്റാൻ ഇന്ന് നീ തീരുമാനിക്കുന്നു. തീർത്തും അപകടമണക്കാത്തൊരു തീരുമാനം. എല്ലാ കുറ്റകൃത്യങ്ങളിലും ആരും അറിയാതെ ദൈവം ഒരു ചെറിയ തെളിവെങ്കിലും ശേഷിപ്പിച്ചിരിക്കും. അതാണ് നീ പോലും അറിയാതെ ഇവിടെ സംഭവിച്ചത്. ആൻഡ് റിമെമ്പർ, there is no such thing as a perfect crime. എൻ്റെ സാർ ആരാ മോൻ? പട്ടി മണക്കുന്നതല്ലേ മണത്ത് കണ്ടുപിടിച്ചത്? അല്ല, സാറിനെ പട്ടിന്ന് വിളിച്ചല്ല, ഒരു ഉദാഹരണം. നമുക്ക് സ്ലോ മോഷൻ ആയാലോ? அடி செம்ம டேலண்ட் மச்சான். பார்த்தா தெரியல, ஆனா செம்ம கில்லாடி. ആളെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല അയാൾക്ക് ഇത് കണ്ടുപിടിക്കാന്ന്. ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. ഞാനും വിചാരിച്ചില്ല. കണ്ടാ തോന്നില്ല ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യനാണ്. അങ്ങനെയാ ചിലര്. ഈ ടൈപ്പുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ചിലപ്പോൾ ഒരു ലിഫ്റ്റിൽ, അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലെ ക്യൂവിൽ, അതും അല്ലെങ്കിൽ ചിലപ്പോൾ 30 സെക്കൻഡ് നേരത്തേക്ക് തുറക്കുന്ന ഏതെങ്കിലും ഒരു സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോൾ ആയിരിക്കും. അവിടെയെല്ലാം നമുക്ക് ഇത്തരക്കാരെ കാണാൻ കഴിയും. നമ്മളിൽ ഒരാളായി. ഈ റൂം പൂട്ടിയിരുന്നു എന്നുള്ള ഉറപ്പല്ലേ? ഇത് അല്ല മനോജങ്ങളെ, മീശയില്ല. കാരണം call a technician ഒന്ന് റിപ്പയർ ചെയ്യിക്കാൻ. Such irresponsible people I have. Get what you deserve. അല്ല അല്ല അത് വേറെ കട്ട് ചെയ്ത് മറ്റേത് കേട്ടിക്കും. ഓർക്കാൻ ശ്രമിക്കരുത്. ബൽരാജേ, ഇങ്ങോട്ട് വന്നോ. പിന്നെ